വയറ് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ട്വിൻസ് ആണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്, നമ്മുടെ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ആക്ച്വലി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് 7th മന്തായി. അപ്ഡേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. 7th മന്ത് ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് എവിടെ എന്താ തുടങ്ങേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലുള്ള നമ്മുടെ വീഡിയോസിൽ ഏറ്റവും വൈറലായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസിൻ്റെ ആ ഒരു ജേർണീൻ്റെ വീഡിയോ, ആ ഒരു ഷോർട്സ് ആണ്. ജസ്റ്റ് 3 million അബവ് അടിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും നമുക്ക് വ്യൂസ് കിട്ടിയൊരു വീഡിയോ എന്ന് പറയുന്നത് 3 million അബവ് വ്യൂസ് ഉണ്ട് അതിന്. അപ്പം ആ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കോമെൻറ്റ്സ് വന്നിട്ട് ഞാനത് മുമ്പൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വയറിനെ പറ്റിയിട്ട് വയറ് അപ്പോൾ ഇത്ര എന്നൊക്കെ പറഞ്ഞ്, ഈ സമയത്ത് ഇത്ര, 4th ഇത്ര, 5th എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ്. എന്നെക്കാളും കൺസേൺ ആയിരുന്നു ബാക്കിയുള്ള ആ വീഡിയോ കാണുന്നവർക്ക് കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ഞാനൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അതുമല്ല, ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ നന്നായിട്ട് വണ്ണം വെക്കുന്നവരുണ്ടാവും പ്രഗ്നൻസി സമയത്ത്, ചിലർ മെലിഞ്ഞിരുന്നവരായിരിക്കും, ചിലർക്ക് ഛർദി. അങ്ങനെ ഓരോരുത്തരും, ഓൾ ഹ്യൂമൻസ് ആർ ഡിഫറെൻ്റ് അല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി പീരീഡും ഓരോരുത്തർക്കും മെൻ്റലിയും ഫിസിക്കലിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണ്, അങ്ങനെ ഒരാളെയും പറയാൻ പാടില്ല. എനിക്ക് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട ഫോട്ടോസൊക്കെ കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ്. എനിക്കൊരു 1 month കഴിയുമ്പോൾ തന്നെ എൻ്റെ വയറ് പുറത്തേക്ക് കാണാൻ തുടങ്ങും. അതാണ് എൻ്റെ ബോഡി നേച്ചർ. ബാക്കിയുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ബോഡി നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് വയറ് പുറത്തേക്ക് കാണാൻ തുടങ്ങും. ചിലർക്കൊക്കെ ഒരു 6 month ഒക്കെ കഴിയുമ്പോഴാണ് വയറൊക്കെ ഒന്ന് പുറത്തേക്ക് കാണിക്കുക, എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങുക. പക്ഷേ എൻ്റെ അതൊരു 1 month 2 month കഴിയുമ്പോൾ തന്നെ എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന ഒരാൾ നോർമലായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താണ് പ്രഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ വയറിങ്ങനെ എന്താണെന്നുള്ളത് ചോദിക്കും. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പ്രഗ്നൻസിയിൽ വരെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 3 months വരെ ഞാൻ ഈ ഒരു പ്രഗ്നൻസിൻ്റെ കാര്യം ആരുടെടുത്തും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഫാമിലിയിൽ ആരുടെടുത്തും ഷെയർ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഉമ്മ, അസിൻ്റെ ഉമ്മ, പിന്നെ നമുക്ക് 4-5 പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ബോഡി നേച്ചറും എൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അതാണ് എൻ്റെ ബോഡി നേച്ചർ. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരുടെ ബോഡി നേച്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരാളെ ജസ്റ്റ് ഒന്ന് പുറമേ നിന്ന് കണ്ടത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പോകരുത് കേട്ടോ. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിനക്കെന്താ എത്ര നല്ല വയറുണ്ടല്ലോ, നിനക്ക് വയറ് കുറവാണല്ലോ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ 2 പ്രഗ്നൻസി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് യാതൊരു ഛർദി, അങ്ങനെ വൊമിറ്റിങ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രഗ്നൻസീൻ്റെ ഫസ്റ്റത്തെ ആ ഒരു 4 months എനിക്ക് ഛർദി ഉണ്ടായിരുന്നു, വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത്ര വൊമിറ്റിംഗ് അല്ല, എന്നാലും വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഞാൻ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഇടാറില്ലായിരുന്നു. ഭയങ്കര സീനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. ആൻഡ് ആ ഒരു സമയത്ത് ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ 5-6 months ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പം ഐസ് വേവിങ്ങിനെയും കൂട്ടിയിട്ട് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. ഓരോ സമയത്തുള്ള പ്രഗ്നൻസിയും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. ഒരു പ്രഗ്നൻസി, ഫസ്റ്റ് പ്രഗ്നൻസി എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആയിരിക്കും, എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും, ഓരോ ഹ്യൂമൻസിനുള്ള എക്സ്പീരിയൻസും അവരുടെ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ ബോഡി ഷെയിം ചെയ്യാണ്ടിരിക്കുക. അവരുടെ ബോഡി നേച്ചറിനെ പറ്റിയിട്ട്, വയറിനെ പറ്റിയിട്ട്, കുട്ടിയുടെ ഇതിനെ പറ്റിയിട്ട് പോലും അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കുക. എനിക്ക് റീസെൻ്റ്ലി എനിക്കൊരു എനിക്ക് 6 months ആയ സമയത്ത് പോലും റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിന് പോയ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വയറ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര മാസമായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ 6 months ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിൻ്റെ വയറ് കണ്ടിട്ട് വിചാരിച്ചെന്നാൽ നീ പ്രസവിക്കാനായല്ലോ എന്നുള്ളതാണ്. അപ്പോൾ
ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ആ ആൾ ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞത് നോർമലായിട്ടാണ്, അത് എനിക്കും അറിയാം ആർക്കും അറിയാം. പക്ഷേ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് വയറുണ്ടാവും. അപ്പം 6 മാസമുള്ള വയറ് കണ്ടാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രസവിക്കാനായ പോലെ ഫീൽ ചെയ്യും, ചില ആൾക്കാർക്ക് 7 മന്ത്സ് ആയ പോലെ ഫീൽ ചെയ്യും. അപ്പം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും വയറ് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ട്വിൻസ് ആണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഫസ്റ്റ് 3 മന്ത്സ് കഴിയുമ്പോഴേക്ക് വയറിങ്ങനെ പുറത്തേക്ക് വരുമ്പം ട്വിൻസ് ആണോ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജും ബോഡി നേച്ചറും ബോഡി ലാംഗ്വേജ് എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പ്രഗ്നൻസി എക്സ്പീരിയൻസും ഓരോ പ്രഗ്നൻസിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കാം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിനെ ഒരിക്കലും ബോഡി ഷെയിം ചെയ്യാണ്ടിരിക്കുക. ഓരോ അഭിപ്രായങ്ങൾ നമ്മളായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനോ അഭിപ്രായങ്ങളൊന്നും പറയാണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേർണി. സോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ